Welcome to NCERT plus 1 and plus 2 physics. അപ്പോൾ നമ്മൾ NCERT exercise problems ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. We will continue it. Okay, one second. Yeah, so we'll continue it. So today, NCERT exercise problems ആയിരുന്നു. ഇന്ന് question number 6th question നോക്കാം. Torricelli's barometer used mercury. അത് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. Detail so Pascal duplicated it using French wine of density 984 kilogram per meter cube. Torricelli barometer mercury ഉണ്ട്. ഇപ്പൊ Pascal അത് French wine അതിന്റെ French wine density suppose this wine density എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് 984 kilogram per meter cube ആണ്. അതാണ് Pascal യൂസ് ചെയ്തു. അങ്ങനെ ഒരു French wine കൊണ്ട് അവിടുത്തെ മെർക്കുറി ബാരോമീറ്ററിൽ മെർക്കുറി റീപ്ലേസ് ചെയ്തു. So determine the height of the wine column for normal atmospheric pressure. അപ്പോൾ normal atmospheric pressure measure ചെയ്യുമ്പോൾ അത് normal atmospheric pressure ആകുന്ന സമയത്ത് എത്രമാത്രം ഹൈറ്റ് ആ വൈൻ കോളത്തിന് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം പ്രഷറിന്റെ ഇക്വേഷൻ ആണ് റോ ജി എച്ച് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എത്രമാത്രം എത്രമാത്രം റൈസ് ചെയ്യും, ആ ഹൈറ്റ് ഓഫ് റൈസ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എച്ച് എത്രയാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫോർ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം, യൂണിറ്റ് 1.0. അതിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 1.01 into 10⁵ പാസ്കൽ ആണ്. ആൻഡ് ഈ വൈൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് ജി 9.8 ആണ്. അതിൻ്റെ നമുക്ക് എച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. സോ ഹൗ ടു ഫൈൻഡ് എച്ച് ഇസ് ഈക്വൽ ടു പി ബൈ റോ ജി. ഇപ്പോൾ പിയുടെ വാല്യൂ ഉണ്ട് 1.013 into 10⁵ പാസ്കൽ ഡിവൈഡഡ് ബൈ റോ എന്ന് പറയുന്നത് 984. And g is the acceleration due to gravity, which is 9.8. ഇതെല്ലാം കൂടി ഇടുമ്പോൾ നമുക്ക് ആൻസർ 10.5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a vertical offshore structure is built to withstand a maximum stress of 109 this is 10⁹ Pascal. Okay, this is 10⁹ Pascal. ഒരു വെർട്ടിക്കൽ ഓഫ് ഷോർ സ്ട്രക്ചർ ഉണ്ടാക്കി അതിന് മാക്സിമം ഇത്രയും പ്രഷർ 10⁹ പാസ്കൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. ഇസ് എ സ്ട്രക്ചർ സ്യൂട്ടബിൾ ഫോർ പുട്ടിംഗ് അപ്പ് ഓൺ ടോപ്പ് ഓഫ് ആൻ ഓയിൽ വെൽ ഇൻ ദ ഓഷൻ. അപ്പൊ ഇത്രയും പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഈ സ്ട്രക്ചറിന് ഒരു ഓഷൻ്റെ അകത്ത് ഒരു ഓയിൽ വെല്ലിന്റെ മുകളിൽ നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബിക്കോസ് ഇത്രയും പ്രഷർ ഇതിന് സസ്റ്റെയിൻ ചെയ്യാം. ടേക്ക് ദ ഡെപ്ത് ഓഫ് ദ ഓഷൻ ടു ബി റഫ്ലി 3 കിലോമീറ്റർ. ഓഷന്റെ ഡെപ്ത്, സോ ഡെപ്തിനെ നമ്മൾ എച്ച് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെപ്ത് എന്ന് പറയുന്നത് 3 കിലോമീറ്റേഴ്സ്. 3 കിലോമീറ്റേഴ്സ് മീൻസ് 3 into 10³ മീറ്റർ എന്ന് എടുക്കുക. അപ്പൊ വിത്ത്സ്റ്റാൻഡ് ചെയ്യാവൂന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു ഓഷന്റെ ഡെപ്ത്, അപ്പം ഈ ഡെപ്തിൽ ഉണ്ടാവുന്ന ആ പ്രഷർ, ഈ ഡെപ്തിലുള്ള ആ പ്രഷർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇഫ് സപ്പോസ് ആ ഡെപ്തിലുള്ള ആ പ്രഷർ എന്ന് പറയുന്നത് 10⁹ പാസ്കലിനെക്കാട്ടിയും കുറവായിട്ടാണ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ സ്ട്രക്ചർ ആ ഗ്രേറ്റർ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കുമല്ലോ. സോ നമുക്ക് പ്രഷർ at the depth H is equal to 3 into 10³ മീറ്റർ. ഇവിടെ വരുന്ന പ്രഷർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. സോ പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്, എച്ച് റോ ജി. സോ എച്ച് എന്ന് പറയുന്ന ഡെപ്ത് എന്ന് പറയുന്നതാണ് 3 into 10³ ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 10³ ആണ്. അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 10³. അപ്പോൾ അത് എപ്പോഴും പ്രോബ്ലംസിനൊക്കെ വേണ്ടി വരും. അപ്പം ഇത് അറിഞ്ഞിരിക്കും, 10³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, സോ 10³. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് 9.8. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 into 10⁷ പാസ്കൽ. അപ്പം ആ ഡെപ്ത്, ആ സീയുടെ ഇത്രയും ഡെപ്തിലുള്ള ആ പ്രഷർ എന്ന് പറയുന്നത് that pressure is 3 into 10⁷ Pascal. So obviously 3 into 10⁷ എന്ന് പറയുന്നത് it is less than 10⁹. less than 10⁹ കുറവാണ്. സോ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, സ്യൂട്ടബിൾ ആണ് ടു വിത്ത്സ്റ്റാൻഡ്. അതിലും വലിയ പ്രഷർ, എന്താ പറയുന്നത്, ഇതിനെക്കാട്ടിയും വലിയ പ്രഷർ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാലോ. സോ ദ സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ. So the structure is suitable. അതാണ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. So see, this is problem number 8. A hydraulic automobile lift is designed
to lift cars with a maximum mass of 3000 kg. ഇപ്പോൾ ഒരു ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഡിസൈൻ ചെയ്തു, കാർസിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ. അതിന്റെ മാക്സിമം അതിന് എടുക്കാൻ പറ്റുന്ന മാസ് എന്ന് പറയുന്നത് 3000 kg. The area of cross section of the piston carrying the load is 425 centimeter square ആണ്. ഓക്കെ, അപ്പം ഏരിയ ഓഫ് പിസ്റ്റന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് ക്യാരിങ് ദ ലോഡ് ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 425 centimeter square ആണ്. ഓക്കെ, എന്താണെന്നുണ്ട് വാട്ട് മാക്സിമം പ്രഷർ വുഡ് ദ സ്മോൾ പിസ്റ്റൺ ഹാവ് ടു ബെയർ. അപ്പം എത്ര പ്രഷർ ആയിരിക്കും സ്മോൾ പിസ്റ്റൺ ബെയർ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ഫോഴ്സും തന്നിട്ടുണ്ട്, ഏരിയയും തന്നിട്ടുണ്ട്. സോ പ്രഷർ ഓൺ ദ പിസ്റ്റൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. സോ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് തന്നിട്ടുണ്ട്. സോ എം ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ എ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ എം ഉണ്ട് 3000 kg എന്നുണ്ട്, ആൻഡ് ജി എന്ന് പറയുന്നത് 9.8. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 425 centimeter square ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഈസ് ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് 425 centimeter square ആണെന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് മീറ്റർ സ്ക്വയറിലാണല്ലോ ചെയ്യേണ്ടത്. സോ 425 into 10⁻⁻4 കൊണ്ട് മൾട്ടിപ്ലൈ, 10⁻⁻4 കൊണ്ട് ചെയ്താൽ മീറ്റർ സ്ക്വയർ കിട്ടും. സോ മീറ്റർ നമ്മുടെ സെയിം എഴുതുന്നുണ്ട് 425 into 10⁻⁻4. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ you will get it as 6.92 into 10⁻5 Pascal. Okay, next equation നോക്കാം. A U-tube contains water and methylated spirit separated by mercury. Okay, അപ്പോൾ ഒരു U-tube ഉണ്ട്. Okay, you have a U-tube, U-shaped ഒരു ട്യൂബ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് വെള്ളം, സപ്പോസ് നമുക്ക് ഇവിടെ വെള്ളമായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളവും, see here there is a water. Okay, and it is separated by mercury എന്ന് പറഞ്ഞിട്ടുണ്ട്. One second. The mercury columns in the two arms are in level with 10 centimeter of water in one arm and 12.5 centimeter of spirit in the other. What is the specific gravity of spirit? So that's the question. So ഇതിൻ്റെ അകത്ത് ഇത്രയും ഭാഗത്ത് മെർക്കുറി ആണുള്ളത്. ഓക്കെ, ഇത്രയും മെർക്കുറി ആണ് സെപ്പറേറ്റഡ് ആയിരിക്കുന്നത്. ഈ വെള്ളവും ഇവിടെ ഈ ഭാഗത്ത് വെള്ളവും ഈ ഭാഗത്തുള്ളത് ഇതുമാണ്, സ്പിരിറ്റുമാണ്. ഓക്കെ, അപ്പം ദ മെർക്കുറി കോളം ഇൻ ദ ടു ആം ആർ ഇൻ ലെവൽ. ഈ മെർക്കുറി കോളം ഒരേ ലെവലിലാണ്. ഇപ്പൊ ഇവിടെയാണ് മെർക്കുറി കോളം എങ്കിൽ ആ ഒരേ ലെവലിലാണ് മെർക്കുറി കോളം ഉള്ളത്. മെർക്കുറിയുടെ ഫില്ലിംഗ് ഒരേ ലെവലിലാണ് ഉള്ളത്. ദാറ്റ് മീൻസ് എന്താണ്? ഇവിടുത്തെ പ്രഷർ എത്രയാണെന്ന് വെച്ചാൽ അതും ഇവിടുത്തെ പ്രഷറും സെയിം ആണ്. മെർക്കുറിയുടെ ലെവൽ സെയിം ആണല്ലോ. ദ മെർക്കുറി കോളം ഇൻ ദ ടു ആംസ് ആർ ഇൻ ലെവൽ വിത്ത് 10 centimeter of water in one arm. അപ്പൊ നമ്മളിപ്പം ഹൈറ്റ് ഓഫ് വാട്ടർ കോളം എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഹൈറ്റ് ഓഫ് വാട്ടർ കോളം, കോളത്തിന് നമ്മൾ H1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് ആണ് 10 centimeter എന്ന് പറയുന്നത്. 10 centimeter of water in one arm and 12.5 centimeter of spirit in the other. ആ ഹൈറ്റ് ഓഫ് ദിസ് സ്പിരിറ്റ് എന്ന് പറയുന്നത് 12.5 centimeter, വെള്ളത്തിന്റെ 10 centimeter ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് യു ഹാവ് ദിസ് ഹൈറ്റ് ഓഫ് സ്പിരിറ്റ് കോളം. ഹൈറ്റ് ഓഫ് സ്പിരിറ്റ് കോളവും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് H2. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് H2, ദാറ്റ് ഈസ് 12.5 centimeter. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു ഹൈറ്റ് 10 centimeter. Okay, this is 10 centimeter and this much height. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 12.5 centimeter ആണ് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദിസ് ഇസ് 0.1 meter and this is 0.125 meter. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ് ഓഫ് ദി സ്പിരിറ്റ് എന്നാണ് ചോദിച്ചത്. ഇപ്പൊ ഏത് വസ്തുവിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി ടു ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ റേഷ്യോ ആണ്. ഓക്കെ, ഇത് സ്പെസിഫിക്. ഇപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്പിരിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പിരിറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡെൻസിറ്റി ഓഫ് സ്പിരിറ്റ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത് കണ്ടുപിടിച്ചാൽ ഏത് വസ്തുവിന്റെ ആണെങ്കിലും സ്പെസിഫിക് ഗ്രാവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി ടു ദ റേഷ്യോ ഓഫ് വാട്ടറിന്റെ ഡെൻസിറ്റി. സപ്പോസ് നമ്മളിപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി ρ1 ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക, സ്പിരിറ്റിന്റെ ഡെൻസിറ്റി ρ2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ρ2 by ρ1 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒബ്വിയസ്ലി ഞാനിപ്പം ഈ പോയിന്റ് എന്ന് പറയുന്ന എ ആയിട്ടും ഈ പോയിന്റ് എന്ന് പറഞ്ഞ ബി ആയിട്ടും എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രഷർ അറ്റ് എ ആൻഡ് ബി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പ്രഷർ അറ്റ് എ ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി ബിക്കോസ് ദേ ആർ അറ്റ് ദ, നമ്മുടെ പാസ്കൽസ് ലോ അനുസരിച്ച് നമുക്കറിയാം ദേ ആർ അറ്റ് ദ സെയിം ലെവൽ.
സോ നമ്മുടെ പ്രഷർ ടെ എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കും. സപ്പോസ് പ്രഷർ ടെ ഞാൻ പി എ എന്ന് കൊടുക്കുകയാണ്. പ്രഷർ ബി എന്ന് പറഞ്ഞാൽ പി ബി ആണെങ്കിൽ പി എ ഇസ് ഈക്വൽ ടു പി ബി, അത് നമുക്കറിയാം. ആൻഡ് വാട്ട് ഇസ് ദിസ് പി എ? ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കുക മീൻസ് ഈ ടോപ്പിലെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് എക്സ്പോസ് ടു അറ്റ്മോസ്ഫിയർ, ദാറ്റ് വിൽ ബി ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതിന്റെയും മുകളിലത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പ്രഷർ പ്ലസ് ഇത്രയും ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് വാട്ടറിന്റെ H1 ആയിട്ട് എടുത്തിരിക്കും. സോ ഈ എച്ചിലുള്ള ഈ ഇവിടുത്തെ പ്രഷറും അല്ലെ, ആ അത്രയും ഹൈറ്റിൽ വരുന്ന ആ പ്രഷറും കൂട്ടണം. അതുപോലെ തന്നെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഈ ഇത്രയും ഹൈറ്റിലുള്ള ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന ഡെപ്തിലെ പ്രഷർ, അത്രയും കൂടിയാണ് നമുക്ക് കൂട്ടേണ്ടത്. സോ പ്രഷർ ടി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പ്രഷർ അറ്റ് ദ ടോപ്പ് പ്ലസ് ഡെപ്തിലുള്ള പ്രഷർ, ദാറ്റ് മീൻസ് H1 റോ 1G. നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ 1G ആണല്ലോ. ഓക്കെ, ആൻഡ് പ്രഷർ ബി എന്ന് പറയുന്നത് സിമിലർലി ദാറ്റ് ഇസ് ഈക്വൽ ടു പി എ പ്ലസ് H2 റോ 2G. ഓക്കെ, ഓക്കെ പ്രഷർ. ഓക്കെ, സോ അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. പ്രഷർ എ ഇസ് ഈക്വൽ ടു പ്രഷർ ബി. സോ വിച്ച് ഇംപ്ലൈസ് പി എ ഇസ് ഈക്വൽ ടു, അതാണ് നമ്മൾ ജസ്റ്റ് എഴുതിയത്, ബിക്കോസ് മെർക്കുറി ലെവൽ സെയിം ആണ്. പി എ ഇസ് ഈക്വൽ ടു പി ബി, വിച്ച് ഇംപ്ലൈസ് we have this നമുക്ക് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. പി എ ഇസ് ഈക്വൽ ടു പി ബി. സോ പി എ പ്ലസ് H1 റോ 1G ഇസ് ഈക്വൽ ടു പി എ പ്ലസ് H2 റോ 2G. അപ്പം പി എയും ക്യാൻസൽ ആവുകയും, ഓക്കെ, പിയും ക്യാൻസൽ ആവാം. ഫൈനലി വി വിൽ ഹാവ് ദിസ് ജിയും നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ വിച്ച് ഇംപ്ലൈസ് വി വാണ്ട് റോ 2 ബൈ റോ 1. സോ ഇക്വേഷനിൽ നിന്ന് റോ 2 ബൈ റോ 1 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ H1 ഉണ്ട്, സോ H1 ബൈ H2. സോ H1 എന്ന് പറയുന്നത് 0.1 divided by 0.125. So that's equal to 0.8 എന്ന് കിട്ടും. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് 0.8. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Next problem നോക്കാം. So this is the next problem. Can Bernoulli's equation be used to describe the flow of water through a rapid in a river? Explain. So ഇത് ബേസിക്കലി എന്താ പറയാ, ഒരിപ്പം ടർബുലന്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു റിവറിൽ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്? നോ. ഇതിന്റെ ആൻസർ നോ ആണ്. ബിക്കോസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് എവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? സ്ട്രീം ലൈൻ ഫ്ലോയിൽ മാത്രമേ. ടർബുലന്റ് ആയിട്ട് ഒഴുകുന്നിടത്തൊന്നും പറ്റില്ല. സ്ട്രീം ലൈൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ബെർണോളിസ് ഇക്വേഷൻ can be used for streamline flows only. Okay, streamline flows only. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി റെസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.